ഹായ് ഓൾ, PSC വിത്ത് അനന്ത് വെന്നാറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിലെ നമ്പർ ക്യൂരിയോസിറ്റീസ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് പേജ് നമ്പർ 67ലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചില നമ്പേഴ്സിനെ നമ്മളൊന്ന് ഗുണിച്ചു നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം ആ പ്രത്യേകത ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന 2 സെറ്റ് നമ്പേഴ്സ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 12 ഗുണം 63 ഈക്വൽ ടു 756 അല്ലെ. 12 ഇൻറ്റു 63 ഈക്വൽ ടു 756 എന്നാണ് കിട്ടിയത്. അടുത്ത നമ്പർ നോക്കിയേ, 21 ഇൻറ്റു 36 ഈക്വൽ ടു 756. അതായത് 21നെ 36 കൊണ്ട് ഗുണിച്ചാലും 756 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിയേ. രണ്ടിനെയും ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 756 വീതം കിട്ടി അല്ലെ. രണ്ടും 756 തന്നെയാണ്. പക്ഷെ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് നോക്കിയേ, ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 12നെ തിരിച്ചിടുമ്പോഴല്ലയോ 21 കിട്ടുന്നത്. അതേപോലെ തന്നെ 63നെ തിരിച്ചിടുമ്പോഴല്ലേ 36 കിട്ടുന്നത്. അപ്പൊ 12 ഇൻറ്റു 63 756 ആണെങ്കിൽ 12നെ തിരിച്ചിടുന്ന സംഖ്യയാണ് 21. അതുപോലെ തന്നെ 63നെ തിരിച്ചിടുന്ന നമ്പറാണ് 36. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 756 കിട്ടും. വേറൊരു സെറ്റ് നമ്പേഴ്സ് നോക്കിയേ, 32 ഗുണം 46 ഈക്വൽ ടു 1472. 32നെ തിരിച്ചിട്ടതാണോ നോക്കി. ഇവിടെ ആണ്. 32നെ തിരിച്ചിടുമ്പോൾ 23 എന്ന് കിട്ടും അല്ലെ. അതുപോലെ തന്നെ 46നെ തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? 64 എന്ന് കിട്ടും. അപ്പൊ 32 46 തമ്മിൽ ഗുണിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഈ രണ്ട് നമ്പേഴ്സിനെ 32നെ 46നെ തിരിച്ചിട്ടിട്ട് ഗുണിക്കുമ്പോഴും കിട്ടുന്നത്. ഇങ്ങനെ എല്ലായ്പ്പോഴും ശരിയായിട്ട് വരുമോ? അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. വേറൊരു സെറ്റ് നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. 15 ഗുണം 36 എന്ന് പറയുന്നത് 540 ആണല്ലേ. 15നെ തിരിച്ചിടുന്നതാണല്ലോ 51. അതേപോലെ തന്നെ 36നെ തിരിച്ചിടുന്നതല്ലയോ 63. എന്നാൽ 51ഉം 63 കൂടെ ഒന്ന് ഗുണിച്ച് നോക്കിയേ, 540 ആണോ കിട്ടുന്നത്? അല്ല, 3213 എന്നാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് തന്നെ അല്ലയോ നമ്പേഴ്സ് എഴുതിയേക്കുന്നത്. അതായത് നമ്മൾ 2 നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു, ആ നമ്പറിനെ തന്നെ എന്താണ് തിരിച്ചിട്ടിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും അത് തന്നെ അല്ലേ ചെയ്തേക്കുന്നത്. ഇവിടെ രണ്ടിടത്തും ഗുണിച്ചപ്പം ഒരേ നമ്പർ കിട്ടി. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടിയോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ചൊന്ന് നോക്കാം. ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് 2 2 ഡിജിറ്റ് നമ്പർ എടുക്കാം അല്ലെ. ഒന്നാമത്തെ 2 ഡിജിറ്റിനെ നമുക്ക് 10m + n എന്നെടുക്കാം. അതായത് ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്. അടുത്ത 2 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് 10p + q എന്നും എടുക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ 10m + n എന്നെടുത്ത ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. ഇവിടെ 12 എന്നൊക്കെ എടുത്തില്ലേ, അതേപോലെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 10p + q എന്നുള്ളത് വേറൊരു 2 ഡിജിറ്റ് നമ്പർ. ഇവിടെ 63 എടുത്ത പോലെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതിന്റെ റിവേഴ്സ് എടുക്കണം അല്ലേ. അതായത് 12ന്റെ റിവേഴ്സ് എത്രയായിരുന്നു? 21 ആയിരുന്നു. അതുപോലെ 10m + n റിവേഴ്സോ, അതായത് ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യില്ലയോ. 1ന്റെ സ്ഥാനത്ത് ഇവിടെ 2 വന്നു, അതുപോലെ 2ന്റെ സ്ഥാനത്ത് ഇവിടെ 1 വന്നു, ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് വരും? 10n + m എന്ന് വരും. അടുത്ത ഈ 2 ഡിജിറ്റ് നമ്പറിനെ റിവേഴ്സ് ചെയ്യുമ്പോഴോ 10q + p എന്നും വരും. അപ്പൊ 2 2 ഡിജിറ്റ് നമ്പർ കിട്ടി. ഇനി എന്താ ചെയ്തേക്കുന്നത്? ആ 2 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 10mനെ 10pയുമായിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 10m × 10p. അപ്പൊ 10m × 10p പ്ലസ് അടുത്ത എന്താണ്? 10mനെ q ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10m × q പ്ലസ് അടുത്ത എന്താണ്? ആദ്യത്തെ ബ്രാക്കറ്റിലെ n-നെ 10pയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n × 10p പ്ലസ് അടുത്ത എന്താണ്? n-നെ q ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n × q, nq. അതായത് 10m × 10p എന്താണ്? 10 × 10 100. 100 m × p mp പ്ലസ് 10mq. അതിനെ എങ്ങനെ എഴുതാം? 10mq എന്ന് തന്നെ എഴുതാം അല്ലെ. 10mq പ്ലസ് 10pn. അതായത് n × 10p എന്ന് പറഞ്ഞാൽ 10pn പ്ലസ് nq. ഇതാണല്ലോ നമുക്ക് ഈ 2 2 ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടുത്ത 2 ഡിജിറ്റ് ഏതാണ്? ഇതിന്റെ റിവേഴ്സ് ആണല്ലേ. നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? 10n × 10q. 10n × 10q പ്ലസ് 10n × p. 10n × p പ്ലസ് m × 10q. m × 10q
ക്യൂ പ്ലസ് എം ഇൻറ്റു പി എം ബി. ഇനി ഒന്നുകൂടെ ചെറുതാക്കാം. 10n ഇൻറ്റു 10q എന്താണ്? 100nq പ്ലസ് 10n ഇൻറ്റു പി 10np പ്ലസ് 10mq അല്ലേ, 10mq പ്ലസ് എം പി. അപ്പം നമുക്ക് രണ്ട് പ്രോഡക്റ്റും കിട്ടിയല്ലേ, അതായത് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ആ നമ്പേഴ്സ് തിരിച്ചിടുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ഈ രണ്ട് പ്രോഡക്റ്റും ഈക്വൽ ആണല്ലേ, ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ രണ്ട് പ്രോഡക്റ്റും, ഈ കിട്ടിയ രണ്ട് പ്രോഡക്റ്റും എന്താണ്, ഈക്വൽ ആണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ എന്താണ്, ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണ്, 100mp പ്ലസ് 10mq പ്ലസ് 10pn പ്ലസ് nq ഈക്വൽ ടു അടുത്ത ഈ പ്രോഡക്റ്റ് 100nq പ്ലസ് 10np പ്ലസ് 10mq പ്ലസ് mp. അടുത്തതായിട്ട് ഈക്വൽ സൈൻ അപ്പുറവും ഇപ്പുറവും ഒരേ ടൈം വന്നാൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ഏതൊക്കെയാണ്, 100mb ഇവിടെ വരുന്നുണ്ടോ, 100mb ഇല്ല, വരുന്നില്ല. 10mq ദാണ്ട ഇവിടെ ഉണ്ട് അല്ലേ, അപ്പൊ 10mq നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്ത 10pn അത് തന്നെ അല്ലയോ 10np എന്ന് പറയുന്നതും, അപ്പൊ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ, ഇല്ല. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാത്ത ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെല്ലാം കൂടെ ഒരു വശത്തോട്ടാക്കാം. അപ്പൊ ഏതൊക്കെയാണ് ക്യാൻസൽ ചെയ്യാത്തത്, 100mp 100nbയുടെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണല്ലോ mp. അപ്പൊ ഇത് പ്ലസ് ആണ്, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും, മൈനസ് mp എന്ന് വരും. ഇനി അടുത്ത് ഇവിടെ nq ഉണ്ടല്ലേ, പ്ലസ് nq, ഇപ്പുറത്ത് എന്തോ ഉണ്ട് 100nq ഉണ്ടല്ലേ, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 100nq എന്ന് വരും. അതറിയാമല്ലോ എല്ലാവർക്കും, ഈക്വൽ സൈൻ അപ്പുറത്ത് പ്ലസ് ഉള്ളതെല്ലാം ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് വരും, മൈനസ് ആയിട്ട് വരും. അതുപോലെ തന്നെയാണ് തിരിച്ചങ്ങോട്ടും, ഇവിടെ പ്ലസ് ഉള്ളതെല്ലാം അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് വരും, ഇവിടെ മൈനസ് ആയിട്ടുള്ളതെല്ലാം അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയിട്ടും വരും. ഈക്വൽ ടു, ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പുറത്തെ സൈഡ്, ഇല്ല, എല്ലാം നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നല്ലേ, ഈക്വൽ ടു 0. അപ്പൊ ഇനി നോക്കിയേ, 100mb-യിൽ നിന്നും 1mb, ഇവിടെ mb എന്ന് പറഞ്ഞാൽ 1mb ആണല്ലോ, 100mb-യിൽ നിന്നും 1mb മൈനസ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ, 99mb അല്ലേ, 99mb. ഇനി അടുത്ത് നമുക്ക് ഇവരെ അതുപോലെ മൈനസ് ചെയ്യാമല്ലോ, അതായത് ഒരു nq-യിൽ നിന്നും 100nq മൈനസ് ചെയ്യണം. അപ്പൊ വലുതാരാണ്, 100 ആണല്ലേ, അപ്പം വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. വലുത് ഏതാ, 100ൽ നിന്നും ചെറുത് 1 ആണല്ലേ, 1 കുറച്ചു, അവിടെയും എന്ത് കിട്ടും, 99nq എന്ന് കിട്ടും. ഇവിടെ ഏത് സൈൻ നമ്മൾ കൊടുക്കും, പ്ലസ് കൊടുക്കുവോ മൈനസ് കൊടുക്കുവോ, വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് ഏതിന്റെ സൈനാ കൊടുക്കേണ്ടത്, വലുതിന്റെ സൈൻ ആണല്ലേ. ഇവിടെ വലുതെന്ന് പറയുന്ന 100 ആണ്, ഒരു മൈനസും ഒരു പ്ലസും വരുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സൈനാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഏതാണ്, മൈനസ് ആണ് വലുത്, അപ്പൊ ഇവിടെ കൊടുക്കുന്ന സൈൻ ഏതാണ്, മൈനസ് ആണല്ലേ, ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ രണ്ടിടത്ത് 99 ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കാൻ അല്ലേ. ഇവിടെ രണ്ടിടത്ത് 99 ഉള്ളത് കൊണ്ട് നമുക്ക് 99 കോമൺ എടുക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും, 99നെ നമ്മൾ കോമൺ എടുത്തു, 99, പിന്നെ അടുത്ത എന്താണ്, ബ്രാക്കറ്റിൽ കൊടുക്കണം അല്ലേ. 99 കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ഉണ്ട്, ഇനി 99 പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, mp മൈനസ് ഇവിടെ ആരുണ്ട് ബാക്കി, nq ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ഇനി അടുത്തത് നോക്കി, 99 ഇൻറ്റു mb മൈനസ് nq എന്നാണ് അല്ലേ. അപ്പൊ mb മൈനസ് nqനെ നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 99 അപ്പുറത്ത് പോകും, അതായത് 0 ഡിവൈഡ് ബൈ 99 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 0 ആണ്. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് അല്ലയോ 0, അപ്പൊ ഒരു നമ്പർ എന്തായാലും 0 ആയിരിക്കും അല്ലേ. 99 0 ആവുമോ, ഇല്ല, ഒരിക്കലും 99 എന്ന് പറയുന്ന നമ്പർ 0 ആവത്തില്ല. പിന്നെ ഏതേ 0 ആവാൻ ചാൻസ് ഉള്ളൂ, mb മൈനസ് nq. അപ്പം mb മൈനസ് nqനെ നമുക്ക് എന്തെഴുതാം, 0 ആയിട്ട് എഴുതാം. അതായത് nqനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വരും, mb ഈ മൈനസ് nq അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് nq ആവും അല്ലേ, mb ഈക്വൽ ടു nq. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, ഈ പ്രോഡക്റ്റുകൾ ഇതുപോലെ എടുക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ mb ഈക്വൽ ആയിരിക്കണം nq. അപ്പൊ എന്താണ് mb, എന്താണ് nq എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, m നമുക്ക് നോക്കാം, mb-യിലെ m എന്ന് പറയുന്നത് എന്താണ്, ഒന്നാമത്തെ സംഖ്യ, ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യയാണ് m. അതേപോലെ പിയോ, രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആളാണ് പി. അങ്ങനെയാണെങ്കിൽ nq എന്ന് പറയുന്നത് ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ ആണ് n. അതേപോലെ തന്നെ രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ആളാണ് q.
അപ്പൊ നമുക്ക് ഇവിടെ സംഖ്യയിലോട്ട് നോക്കാം. MB ഈക്വൽ ടു NQ എന്നല്ലേ, അതായത് ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിൽ, ഇവിടെ ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിൽ ആരാ കിടക്കുന്നത്? 1 അല്ലേ. 1 MP, അതായത് M ഇൻറ്റു P. അപ്പൊ 1 ഇൻറ്റു P എന്ന് പറയുന്നത് രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസ്, രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസ്. 1 ഇൻറ്റു 6. 1 ഇൻറ്റു 6 എത്രയാണ്? 6. അതിനോട് ഈക്വൽ ആണോ NQ നമുക്ക് നോക്കാം. NQ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസ്, ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിൽ ആരാ കിടക്കുന്നത്? 2 ഇൻറ്റു Q അല്ലയോ, ഇൻറ്റു Q എന്ന് പറയുന്നത് രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസ്, രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിൽ ആരാ കിടക്കുന്നത്? 3 അല്ലേ. 2 ഇൻറ്റു 3 എത്രയാണ്? 6. കണ്ടോ, നമ്മൾ ഇങ്ങനെ എടുത്തപ്പം MB ഈക്വൽ ടു NQ എന്ന് കിട്ടി അല്ലേ. അതായത് ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിലുള്ള നമ്പറും രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിലുള്ള നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനോട് ഈക്വൽ ആയിരിക്കും ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിലുള്ള നമ്പറും രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിലുള്ള നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈക്വൽ ഉള്ള നമ്പറിന്റെ മാത്രമേ റിവേഴ്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഈക്വൽ ആവത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നോക്കിയാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. അതായത് 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണല്ലേ. അതുപോലെ തന്നെ 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 12 ആണ്. അപ്പൊ ഇവിടെ 6 ഇൻറ്റു 2, 6നെയും 2വിനെയും നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തത്? 6 എന്ന് പറയുന്നത് ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസ് ആക്കാം അല്ലേ. അപ്പൊ നമുക്കിവിടെ 6നെ ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിലാക്കി. അങ്ങനെയാണെങ്കിൽ 2വിനെയോ? 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസ്, അപ്പൊ രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസ്. അപ്പൊ ഇനി അടുത്തത് എന്താണ്? 3ഉം 4ഉം. 3 എന്താണ്? 3 എന്ന് പറയുന്നത് ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസ്, ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസ് 6 എഴുതിയിട്ടുണ്ട്, വൺസിന്റെ പ്ലേസ് എന്താണ്? 3 ഇൻറ്റു, ഇനി ഇവിടെ ഒരു നമ്പർ കൂടെ മതിയല്ലോ, അതായത് ഈ 4 എന്ന് പറയുന്നത് എവിടെ വരും? രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസ്. അപ്പൊ 63 ഇൻറ്റു 24 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഇതിന്റെ റിവേഴ്സിബിൾ അല്ലേ. 63യുടെ എന്താണ്? 36. 24ന്റെയോ? 42. നോക്കണേ. അപ്പൊ ഈ 63 ഇൻറ്റു 24ഉം 36 ഇൻറ്റു 42ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ആണോ നമുക്ക് നോക്കണം. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു നോക്കുമ്പോൾ 1512 എന്നാണോ രണ്ടും കിട്ടുന്നതെന്ന് നോക്കണം. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതുപോലെ 2 2 ഡിജിറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഇതിന്റെ റിവേഴ്സിബിൾ, ഈ 2 2 ഡിജിറ്റിന്റെയും റിവേഴ്സിബിൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ആൻസറും സെയിം ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഇവിടുത്തെ ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിലെ നമ്പറും രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ ടെൻസിന്റെ പ്ലേസിലെ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കണം ഒന്നാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിലുള്ള നമ്പറും രണ്ടാമത്തെ 2 ഡിജിറ്റിന്റെ വൺസിന്റെ പ്ലേസിലുള്ള നമ്പറും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷനിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ കലണ്ടറിലെ ഏതെങ്കിലും സ്ക്വയർ ഫോമിലുള്ള 4 ഡിജിറ്റ്സ് എടുക്കാം. ഇവിടെ കൊടുത്തേക്കുന്ന സ്ക്വയർ ഫോം ഏതാണ്? ഇതാണ് അല്ലേ. ഈ സ്ക്വയർ ഫോമിലെ 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 6, 7, 13, 14 ഈ 4 ഡിജിറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഇതിനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യും. ഡയഗണലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ 6 ഇൻറ്റു 14, 6 ഇൻറ്റു 14 എന്നുള്ളത് ഇവിടെ ചെയ്തിട്ടുണ്ട് 84. അതേപോലെ തന്നെ ഈ ഡയഗണൽ, അതായത് 7 ഇൻറ്റു 13 എടുക്കുക. 7 ഇൻറ്റു 13 എത്രയാണ്? 7 ഇൻറ്റു 13 91. അതിനുശേഷം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ, ആ 2 ആൻസറിനെയും കൂടെ മൈനസ് ചെയ്യണം. അതായത് ഇവരുടെ ഡിഫറൻസ് എടുക്കണം. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 91 മൈനസ് 84 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. അപ്പൊ ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 7 ആണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ വേറെ ഏത് സ്ക്വയർ ഫോം എടുത്താലും ഇതേ ഡിഫറൻസ് ആണോ കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു സ്ക്വയർ ഫോം നോക്കാം. അതായത് 22, 23, 29, 30 ഈ ഒരു സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 22 ഇൻറ്റു 30, 22 ഇൻറ്റു 30 എത്രയാണ്? 22 ഇൻറ്റു 30 ഈക്വൽ ടു 660 അല്ലെ. അതേപോലെ തന്നെ അടുത്ത ഡയഗണലി കിടക്കുന്ന നമ്പേഴ്സ് എടുക്കാം. അതായത് 23 ഇൻറ്റു 29, 23 ഇൻറ്റു 29 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 667, 667.
ഇനി ഇതിന്റെ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 667 നിന്ന് 660 കുറയ്ക്കുമ്പോൾ എത്ര ഡിഫറൻസ് കിട്ടുന്നത്? 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ നോക്കാം. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന സ്ക്വയർ ഏതാന്ന് വെച്ചാൽ 3, 4, 10, 11 ഈ ഒരു സ്ക്വയർ എടുക്കാം. ഈ ഒരു സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ഡയഗണലി മൾട്ടിപ്ലൈ ആണ് അല്ലെ? ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ റിസൾട്ടിന്റെ ഡിഫറൻസ് എടുക്കണം. നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്താണ്? 3, 4, 10, 11. ആദ്യം എന്താ ചെയ്യുന്നത്? 3 × 11. 3 × 11 എത്രയാണ്? 3 × 11 33. അതേപോലെ തന്നെ 4 × 10. 4 × 10 40 അല്ലേ? ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ 40 - 33 ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ സ്ക്വയർ രൂപത്തിൽ ഇങ്ങനെ ഡിജിറ്റ് എടുത്തിട്ട് ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും എന്താ കിട്ടുന്നത്? 7 ആണ് കിട്ടുന്നത് അല്ലേ? ഇതിന് നമുക്ക് ആൾജിബ്രൈക് ഫോമിലൂടെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് ആൾജിബ്രൈക് ഫോമിൽ എഴുതാനായിട്ട് ഈ നമ്പേഴ്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് നോക്കാം, എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ 6, 7, 13, 14 ഇത് സ്ക്വയർ രൂപത്തിലാണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ തന്നെ എടുക്കാം. 6നെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇവിടോട്ട് എഴുതാവേ. 6നെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. 6നെ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ 7നെ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? 6ന്റെ കൂടെ 1 കൂട്ടുന്നതാണ് 7 അല്ലേ? 6 + 1 ആണ് 7. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ കൂടെ എത്ര കൂട്ടണം? എക്സ് + 1 ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത കോളത്തിൽ എന്തായിരിക്കും? എക്സ് + 1. അപ്പൊ ഇവിടെ എങ്ങനെയാ നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് ഇവിടെ എണ്ണി നോക്കാം. ഇവിടെ എക്സ് + 1 ആണല്ലോ. 8ന്റെ ഈ കോളത്തിൽ വരുമ്പോൾ എക്സ് + 2, എക്സ് + 3, എക്സ് + 4, എക്സ് + 5, എക്സ് + 6, എക്സ് + 7 അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? എക്സ് + 7. അടുത്തതോ എക്സ് + 8. അല്ലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പോ മൺഡേ എടുത്തേക്കുന്നത് അല്ലേ? തിങ്കളാഴ്ചയാണ് എടുത്തേക്കുന്നത് അല്ലേ? അടുത്ത തിങ്കളാഴ്ച വരണമെങ്കിൽ എത്ര ദിവസം കഴിയണം? 7 ദിവസം കഴിഞ്ഞെങ്കിലേ അടുത്ത തിങ്കളാഴ്ച വരത്തുള്ളൂ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 അല്ലേ? നേരെ താഴെയുള്ളതിനെ നമ്മൾ ആൾജിബ്രൈക് ഫോമിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം? ആദ്യം നമ്മൾ എടുത്തേക്കുന്ന എക്സ് ആണെങ്കിൽ നേരെ താഴെയുള്ളതിനെ എക്സ് + 7 എന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ സ്ക്വയറിന്റെ ഫോമിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? ഡയഗണലി മൾട്ടിപ്ലൈ ആണ് അല്ലെ? ഡയഗണലി മൾട്ടിപ്ലൈ ആന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് × എക്സ് + 8 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ് × എക്സ് + 8 ഇതിനെ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് × എക്സ് എത്രയാ? x² അല്ലേ? അപ്പൊ x × x² പ്ലസ് എക്സ് × 8. എക്സ് × 8 എന്താണ്? 8x. അപ്പൊ ഇവിടെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² + 8x എന്ന് കിട്ടി. ഈ രണ്ട് നമ്പേഴ്സ് ആണ് ഇനി അടുത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. എക്സ് + 7 എക്സ് + 1 മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എക്സ് × എക്സ് എത്രയാ? എക്സ് × എക്സ് x². എക്സ് × 1 എന്താണ്? 1x അല്ലെങ്കിൽ എക്സ്. എക്സോ 1xോ എങ്ങനെ വേണേലും കൊടുക്കാം. അടുത്ത 7 × എക്സ് 7x പ്ലസ് അടുത്ത എന്താണ്? 7 × 1 7 കിട്ടിയല്ലോ. അപ്പൊ ഇനി അടുത്ത എന്താ നോക്കി, ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ചെയ്യാം. x² പ്ലസ് ഇത് രണ്ടും എന്താണ്? സെയിം വേരിയബിൾ ആണ് അല്ലെ? എക്സിന്റെ വേരിയബിൾ ആണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി വെക്കാം. അപ്പൊ എക്സ് + 7x എത്രയാണ്? 1x + 7x എത്രയാണ്? 1ഉം 7ഉം 8 അല്ലെ? 8x + 7. നോക്കിയേ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കിട്ടിയ പ്രോഡക്റ്റിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഡിഫറൻസ് എടുക്കാം. x² + 8x + 7 മൈനസ് അടുത്ത എന്താണ്? മൈനസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത ടേമിനെ നമുക്ക് ബ്രാക്കറ്റിൽ ഇടണം. x² + 8x. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഇത്രയും ടേമിനെ നമുക്ക് താത്തിറക്കി എഴുതാം. x² + 8x + 7. ഇവിടെ മൈനസ് ആണല്ലേ? മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസിനെ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് x² എന്നാണ് അല്ലേ? അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് എന്ത് വരും? മൈനസ് ആണല്ലേ? മൈനസ് x². ഇനി മൈനസ് ഇൻറ്റു പ്ലസ്. മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ്? വീണ്ടും മൈനസ് തന്നെയാണ്. മൈനസ് 8x. ഇനി നോക്കിയേ, പ്ലസ് x² മൈനസ് x² ആണല്ലേ? അപ്പൊ x² മൈനസ് x² എന്താണ്? ക്യാൻസൽ ആയി പോവും അല്ലെങ്കിൽ 0. അടുത്ത പ്ലസ് 8x മൈനസ് 8x അതും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇനി ബാക്കി എന്തേ ഉള്ളൂ? 7. കണ്ടോ? ബാക്കി നമുക്ക് 7 ആണ് കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ ഓൾജിബ്ര രീതിയിലും ഇതേപോലെ തന്നെ 4 നമ്പേഴ്സ് എടുത്തു. അതിനുശേഷം ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് വീണ്ടും ഡിഫറൻസ് കണ്ടപ്പോൾ എന്ത് തന്നെയാണ് കിട്ടിയത്?
7 തന്നെയാണ് കിട്ടിയത്. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റോയിൽ 1 മുതൽ 9 വരെ നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒന്നാമത്തെ കോളത്തിലോ 1 മുതൽ 9 വരെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് റോയും കോളവും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈൻസിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ താഴേക്ക് കണ്ടോ, താഴേക്ക് കൊടുത്തേക്കുന്നത് വെർട്ടിക്കൽ എന്ന് പറയല്ലേ. വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിനെ റോ എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിനെ കോളം എന്നും പറയുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ലൈൻസ് ഉണ്ടോ നോക്കാം. 1 2 3 4 5 6 7 8 9 9 ലൈൻസ് ഉണ്ട് ഹൊറിസോണ്ടൽ ആയിട്ട്. അതേപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് എത്ര ലൈൻസ് ഉണ്ട്? 9 ലൈൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ഇതിൽ ഒരു നമ്പർ എടുക്കാൻ പോവാണ്. 50 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. 15 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. 15 എന്ന് പറയുന്ന നമ്പർ എടുക്കുമ്പോൾ ഈ 15ന്റെ സ്ഥാനം നമുക്ക് നോക്കാം. സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ റോയിലാണ്, എത്രാമത്തെ കോളത്തിലാണെന്നുള്ളതാണ് അതിന്റെ സ്ഥാനം. അപ്പൊ നമുക്ക് എത്രാമത്തെ റോയിലാന്ന് നോക്കാം. 1 2 3 കണ്ടോ, മൂന്നാമത്തെ റോയിലാണ് അല്ലേ. അതുപോലെ തന്നെ എത്രാമത്തെ കോളത്തിലാന്ന് നോക്കാം. 1 2 3 4 5 അഞ്ചാമത്തെ കോളത്തിലുമാണ്. അപ്പൊ 5 × 3 എത്രയാണ്? 15. 15 ആണല്ലേ. ആ നമ്പർ തന്നെയല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു നമ്പറോട് നോക്കാം. 32 32 32 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം റോയാ നോക്കുന്നത് അല്ലെ. എത്രാമത്തെ റോയിലാന്ന് നോക്കാം. 1 2 3 4 അതായത് 4ാമത്തെ റോയിലാണ് 32 ഉള്ളത്. ഇനി അടുത്ത എന്താണ്? എത്രാമത്തെ കോളത്തിലാന്ന് കൂടെ നോക്കണം അല്ലേ. കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കല്. 1 2 3 4 5 6 7 8. അപ്പൊ എത്രാമത്തെ കോളത്തിലാണ്? 8ാമത്തെ. അപ്പൊ 8 × 4 എത്രയാണ്? 32. അപ്പൊ ഈ 32 എന്ന് പറഞ്ഞ നമ്പർ വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. എത്രാമത്തെ റോയിലാണ് ഇൻറ്റു എത്രാമത്തെ കോളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന 40 എങ്ങനെയാണ് വന്നേക്കുന്നത്? 40 നമ്മൾ റോ നോക്കണം അല്ലേ. 1 2 3 4 5 6 7 8 എത്രാമത്തെ റോയാണ്? 8ാമത്തെ റോയാണ്. ഇൻറ്റു എത്രാമത്തെ കോളാ നോക്കണം അല്ലേ. 1 2 3 4 5 അഞ്ചാമത്തെ കോളത്തിലല്ലയോ. അപ്പൊ 8 × 5 40. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 40 കിട്ടിയത്. ഇനി അടുത്തത് നമ്മൾ കലണ്ടറി ചെയ്തതുപോലെ സ്ക്വയറിൽ 4 നമ്പേഴ്സ് എടുക്കാൻ പോവാണ്. സ്ക്വയറിൽ 4 നമ്പേഴ്സ് എടുക്കുക. അതിനുശേഷം എന്താണ്? കലണ്ടറി നമ്മൾ ഡയഗണലി എന്താ ചെയ്തത്? ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തല്ലേ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്തു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവല്ല, ഡയഗണലി കൂട്ടുവാണ്, സം എടുക്കുവാണ്. ഡയഗണലി ആഡ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കണം. നമുക്ക് നോക്കാം. ഈ 2 സ്ക്വയർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ സ്ക്വയറിൽ 4 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ആദ്യം ചെയ്ത് നോക്കാം. ആദ്യം എന്തായിരുന്നു? ഡയഗണലി ആഡ് ചെയ്യണം അല്ലെ. ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുവല്ല, ഡയഗണലി ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, 12 + 20. 12 + 20 എത്രയാണ്? 12 + 20 32. അടുത്ത എന്താണ്? 16 + 15. 16 + 15 എത്രയാണ്? 31. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് നോക്കിയേ. ഡിഫറൻസ് 32 - 31. ഡിഫറൻസ് എത്ര കിട്ടി? 1 കിട്ടി അല്ലേ. ഇനി അടുത്തതൊന്ന് നോക്കാം നമുക്ക്. 35 + 48. 35 + 48 എത്രയാണ്? 35 + 48 83. 83. 40 + 42. 40 + 42 82 അല്ലേ. ഇനി ഇതിന്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കിയേ. 83 - 82 എത്ര കിട്ടി? 1 കിട്ടി അല്ലേ. അപ്പൊ ഡിഫറൻസ് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ ഇതേപോലുള്ള ടേബിളിൽ അതിന്റെ ഡയഗണലി നമ്പർ എടുത്ത് കൂട്ടിയിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 വീതം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഓൾജിബ്രൈക് ഫോമും കൂടെ പ്രൂവ് ചെയ്യണം അല്ലേ. ഓൾജിബ്രൈക് ഫോം ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്ത് വേണം? നമ്പേഴ്സ് അല്ല വേണ്ടത് അല്ലേ. എക്സ് വൈ എം എൻ അങ്ങനെയുള്ള വേരിയബിൾസ് ആണല്ലോ വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്? നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 3 അങ്ങനെ എത്ര റോസ് ഉണ്ട്? 9 റോസ് ഉണ്ട് അല്ലേ. 9 റോസ് എന്ന് പറയുന്നതിന് പകരം ഞാൻ എം റോസ് ഉണ്ടെന്ന് പറയുവാണ്. എത്ര റോസ് ആണ്? എം റോസ്. എമ്മിന് നമുക്ക് 1 ഇട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കാം, 3 ഇട്ട് കൊടുക്കാം, 4 ഇട്ട് കൊടുക്കാം, 5 ഇട്ട് കൊടുക്കാം, എത്ര വേണേലും. എമ്മിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് വരാം? എം എന്ന് പറയുന്നത് എമ്മിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് വരാം? എം എന്ന് പറയുന്നത് റോസിന്റെ എണ്ണമാണ് അല്ലേ. 1 റോ വരാം, 2 റോ വരാം, 3 റോ വരാം, 4 റോ വരാം, അങ്ങനെ 9 റോ വരാം അല്ലേ. അപ്പൊ ഇവിടെ റോസിന് എം എന്ന് കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ കോളവും ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട് അല്ലേ? കോളത്തിന് ഞാൻ n എന്ന് പറയുന്ന വേരിയബിൾ വിട്ടുകൊടുക്കും. അപ്പൊ ഇവിടെ n എത്ര വരെ വാല്യൂസ് വരാം? 1 മുതൽ 9 വരെയും വരാം അല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് കോളവും m എന്ന് പറയുന്നത് റോയുമായിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ 15 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെയായിരുന്നു എടുത്തത്? ആദ്യം നമ്മൾ എത്രാമത്തെ റോയിലാന്ന് നോക്കിയല്ലേ? 1, 2, 3 മൂന്നാമത്തെ റോയാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കിയല്ലേ? എത്രാമത്തെ കോളത്തിലായിരുന്നു? 5ാമത്തെ കോളത്തില്. അപ്പൊ 3 × 5 ആണ് എന്ത്? 15. അപ്പൊ നമുക്ക് ജനറലി ഒരു നമ്പർ എടുക്കുവാണെന്ന് വെച്ചോ. ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ അതിനെ എത്രാമത്തെ റോ എന്ന് പറയാം? നമ്മളിവിടെ റോയെ m എന്നാണ് കൊടുത്തത് അല്ലെ? എമ്മിന് വാല്യൂസ് ഉണ്ട്, 1 മുതൽ 9 വരെ ഉണ്ട്. എന്നാലും ജനറലി പറയുവാണെങ്കിൽ എന്താണ്? mth റോ ആണെന്ന് പറയാം അല്ലെ? അതേപോലെ തന്നെ കോളത്തിനെ പറയുവാണെങ്കിലോ, ജനറലി പറയുവാണെങ്കിൽ എത്രാമത്തെ കോളമാണെന്ന് പറയാം? nth കോളമാണെന്നും പറയാം അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? 35 അല്ലെ? 35. ഈ 35നെ നമുക്ക് ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ എങ്ങനെ കൊടുക്കാം? അപ്പൊ ജനറലി നമ്മൾ ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് ഇത്രാമത്തെ കോളമാണ്, ഇത്രാമത്തെ റോ ആണെന്ന് പറയാം അല്ലേ? അപ്പൊ ജനറലി പറയുമ്പോൾ നമ്മൾ എമ്മും എന്നും വെച്ചിട്ടാണെങ്കിൽ എത്രാമത്തെ റോ ആണെന്ന് പറയാം? mth റോയും. എത്രാമത്തെ കോളമാണെന്ന് പറയാം? nth കോളമാണെന്നും പറയാം അല്ലെ? ഇവിടെ 3 × 5 കിട്ടിയതുപോലെ m × n ആയിരിക്കും ആ ഒരു നമ്പറിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുവാണ്. നോക്കിയേ, 35നെ നമുക്ക് എങ്ങനെ കൊടുക്കാം? നമുക്കറിയാം 35 എന്ന് പറയുന്നതിന് ആദ്യം കിടക്കുന്ന നമ്പറെ നമ്മൾ mth കോളമെന്നും nth റോ എന്നും കൊടുക്കാം. m × n എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 40 എങ്ങനെ കൊടുക്കാം? റോയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടോ? സെയിം റോയിൽ തന്നെ അല്ലയോ? അതായത് 35 ഏത് റോയിലാണോ കിടക്കുന്നത് അതേ റോയിൽ തന്നെയാണല്ലേ? അപ്പൊ നമുക്ക് റോയ്ക്ക് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. റോയെ നമ്മൾ m എന്ന് തന്നെ കൊടുക്കാം. കോളത്തിനോ? കോളം എന്ന് പറയുന്ന വെർട്ടിക്കൽ അല്ലയോ? അപ്പൊ കോളത്തിന് മാറ്റം ഉണ്ടല്ലേ? 35 കിടക്കുന്ന കോളത്തിലാണോ 40 കിടക്കുന്നത്? n എന്ന് പറയുന്ന കോളത്തിലാണ് 35 കിടക്കുന്നത്. n എന്ന് പറയുന്ന കോളത്തിലല്ല 40 കിടക്കുന്നത്. പിന്നെന്താണ്? n കഴിഞ്ഞിട്ടുള്ള കോളത്തിലാണല്ലേ? അപ്പൊ ഇത് n ആണെങ്കിൽ ഇതെന്തായിരിക്കും? n+1. അപ്പൊ m × n+1 ആണ്. n+1. അപ്പൊ 40ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? m × n+1. അടുത്ത എന്താണ്? 42 ആണല്ലേ? 42 എന്ന് പറയുമ്പം റോ നോക്കിയേ, 35 എന്ന് പറയുന്ന റോ m ആണ്. m എന്ന് പറയുന്ന റോയിലാണോ 42 കിടക്കുന്നത്? അല്ല, m കഴിഞ്ഞിട്ടുള്ള റോയിലാണല്ലേ? അപ്പൊ m കഴിഞ്ഞിട്ടുള്ള റോ എന്ന് പറഞ്ഞാൽ m+1 എന്ന് പറയുന്ന റോയിലാണ് ആര് കിടക്കുന്നത്? 42. കോളത്തിന് വ്യത്യാസം ഉണ്ടോ നോക്കിയേ. കോളം എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് അല്ലയോ? അതായത് n എന്ന് പറയുന്ന കോളത്തിൽ തന്നെയാണ് ആരും കിടക്കുന്നത്? 42ഉം കിടക്കുന്നത്. അപ്പൊ 42ന് വരെ നമുക്ക് m+1 × n എന്ന് കൊടുക്കാം. അടുത്ത 48 എന്ന് പറയുമ്പോൾ നോക്കിയേ, 42ന്റെ അതേ റോയിൽ തന്നെ അല്ലയോ 48ഉം? അപ്പൊ 42ന്റെ റോ എന്തായിരുന്നു? m+1. അപ്പൊ 48ന്റെ റോയും എന്ത് തന്നെയായിരിക്കും? m+1 തന്നെയായിരിക്കും അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കോളത്തിലാണ് കിടക്കുന്നത്? 40യുടെ കോളത്തിലാണ് അല്ലേ? 40യുടെ കോളത്തിലാണ് 48 കിടക്കുന്നത്. 40യുടെ കോളം എന്താണ്? n+1 ആണ്. അപ്പൊ 48ന്റെ കോളവും എന്തായിരിക്കും? n+1 ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം. അപ്പൊ 35, 40, 42, 48 ഈ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 35ന് പകരം mn എന്ന് കൊടുക്കാം. 40ക്ക് പകരം m × n+1 എന്ന് കൊടുക്കാം. 42ന് പകരം m+1 × n എന്ന് കൊടുക്കാം. 48ന് പകരം m+1 × n+1 എന്ന് കൊടുക്കാം. ഇതെങ്ങനെയാ കൊടുത്തതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയഗണലി ആഡ് ചെയ്യണം അല്ലെ? കൂട്ടണം അല്ലെ? ഇവിടെ ഡയഗണലി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? mn പ്ലസ് ആണല്ലേ? കൂട്ടുവാണ്. പ്ലസ് m+1 × n+1. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. mn പ്ലസ് m+1 × n+1. അപ്പം ആദ്യം നമ്മൾ ഏതാ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റ് ആണല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. mn അതുപോലെ തന്നെ എഴുതുക. mn പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കി, ഇത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ? അപ്പം നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. m × n. m × n എന്താണ്? mn പ്ലസ് m × 1. m × 1 1m അല്ലെങ്കിൽ m തന്നെ. പ്ലസ് 1 × n. 1 × n എന്താണ്? 1n അല്ലെങ്കിൽ n. പ്ലസ് 1 × 1. 1 × 1 1. mn 2 പ്രാവശ്യം ഉണ്ട് അല്ലേ? രണ്ടും പ്ലസ് ആണ്. അപ്പം ഇതെന്ത് ചെയ്യുക? 1 + 1 എന്താണ്? 2 ആണല്ലേ? അപ്പം 2mn. mn പ്ലസ് mn എന്ന് പറയുന്നത് 2mn പ്ലസ് ബാക്കി ആരുണ്ട്? m പ്ലസ് n പ്ലസ് 1.
അപ്പൊ ഇവിടെ ഡയഗണലി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്രയുമാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. അതായത് എം ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് കൂട്ടുവല്ലയോ പ്ലസ് അടുത്ത ഈ ടേം എൻ ഇൻറ്റു എം പ്ലസ് 1. അപ്പം ഇത് തമ്മിൽ ഇനി കൂട്ടാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ. ആദ്യം എം എൻ പ്ലസ് എം ഇൻറ്റു 1. എം ഇൻറ്റു 1 എന്താണ് എം തന്നെ അല്ലേ, നടുക്കുള്ള സൈൻ പ്ലസ് അടുത്ത എന്താണ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എൻ ഇൻറ്റു എം എൻ എം അല്ലെങ്കിൽ എം എൻ തിരിച്ചു മറിച്ചു എഴുതാമല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്താണ് 1 ഇൻറ്റു എൻ തന്നെ. ഇവിടെ നമുക്ക് എന്താണ് കൂട്ടാൻ പറ്റുന്നതൊക്കെ കൂട്ടി വെക്കാം. എം എന്നും എം എന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2mn പ്ലസ് ബാക്കി എന്തോ ഉണ്ട് എം പ്ലസ് എൻ. അപ്പം ഇവിടെ ഡയഗണലി നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണിത്. അപ്പം ഈ കിട്ടിയ രണ്ട് റിസൾട്ട് കൂടെ നമുക്ക് മൈനസ് ചെയ്യാം. 2mn ഈ റിസൾട്ട് ആദ്യം അങ്ങ് എഴുതാം പ്ലസ് എം പ്ലസ് എൻ പ്ലസ് 1 മൈനസ് ഇനി അടുത്ത എന്താണ് ഈ റിസൾട്ടാണ് അല്ലേ. അത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്രാക്കറ്റിൽ കൊടുക്കാം. 2mn പ്ലസ് എം പ്ലസ് എൻ. ഇനി അടുത്ത് നോക്കി ഇത് ഇത്രയും നമുക്ക് എഴുതാം 2mn പ്ലസ് എം പ്ലസ് എൻ പ്ലസ് 1. ഇനി എന്താണ് മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ അല്ലേ. മൈനസ് ഇൻറ്റു ഇവിടെ പ്ലസ് ആണ്, എന്താണ് മൈനസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയാണ്. അപ്പോൾ എന്താണ് ബാക്കി എന്താണ് 2mn. അടുത്ത് നോക്കിയേ മൈനസ് ഇൻറ്റു പ്ലസ് അതും എന്ത് തന്നെയാണ് മൈനസ് തന്നെയാണ്. പിന്നെന്തുണ്ട് മൈനസ് എം. അടുത്ത നോക്കിയേ വീണ്ടും മൈനസ് ഇൻറ്റു പ്ലസ് ആണ്, വീണ്ടും മൈനസ് ആണ് മൈനസ് എൻ. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്യാം. പ്ലസ് 2mn മൈനസ് 2mn അത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. അടുത്ത എന്താണ് പ്ലസ് എമ്മും മൈനസ് എമ്മും. അടുത്ത എന്താണ് പ്ലസ് എന്നും മൈനസ് എന്നും. ബാക്കി ഇവിടെ 1. അപ്പോൾ ഓൾജിബ്ര വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഡയഗണലി കൂട്ടിയിട്ട് അതിന് ഡിഫറൻസ് എടുത്തപ്പോഴും എന്ത് തന്നെ കിട്ടി 1 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ ഓൾജിബ്രയ്ക്കലിയും പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക്